ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ കുറേ ദിവസമായില്ലേ നമ്മൾ വ്ളോഗൊക്കെ ചെയ്തിട്ട്, ഇങ്ങനെ ഓരോ എക്സാംസ് കാര്യങ്ങളൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നടന്നുകൊണ്ട് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ഫാമിലി ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ കുറച്ച് ദൂരമുള്ള റിലേറ്റീവ്സിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് പേരെയാണ് നമ്മൾ ഇവിടുന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ രാവിലെ 8 മണി ആയപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് പോയിട്ടുള്ളത്. അപ്പം രാവിലെ എല്ലാവരും ഇതാ ഓരോ പണിയിലാണ്, ഒക്കെ റെഡിയാക്കണ പണിയിലൊക്കെയാണ് നോക്കുന്നത്. ആണൊക്കെ പോല അതിനു ഈ മിനുവിന് എന്തോ പറ്റി കിട്ടോ. അപ്പൊ നമ്മള് വയനാട്ടിൽ നിന്ന് മലപ്പുറത്തേക്കും പിന്നെ കാലിക്കറ്റിലേക്കുമാണ് പോകുന്നത്. മുത്തുപാതി ഗംഭീരമായി തുടച്ചുകൊണ്ടിരിക്കുകയാണ്. തത്താത്താനെ മുഖം കാണാൻ പറ്റൂല. കൈ തത്താത്ത വേഗം നോക്കി പോണു. ഓയ് ഞാൻ പോവാ. ബൈ ബൈ. ഇങ്ങോട്ട് നോക്കൂ. അങ്ങനെ ചുരത്തിയപ്പോൾ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുകയാണ്. എല്ലാവരും കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. അപ്പോൾ വ്യൂ പോയിന്റിന് അവിടെ എത്താനായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടൊരു ഗെയിമാണ് കേട്ടോ. നല്ല പാട്ടാ, കളിക്കാൻ പറ്റിയ പാട്ടോ. കേറിയോ വീഡിയോ എടുത്തായിരിക്കും അങ്ങനെ.
അപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ടൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഷോപ്പ് കയറിയതാണ്. അപ്പോൾ നമ്മൾ റിലേറ്റീവ്സിൻ്റെ അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്നാലും എല്ലാവരും വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. പിന്നെ അവിടെ നിന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി നിർത്തി നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. അങ്ങനെ നമ്മളൊരു 1:30 2 o'clock ആ ഒരു ടൈം ആകുമ്പോഴത്തേനും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും നല്ല വിശന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഫസ്റ്റ് ഡ്രിങ്ക്സ് കുടിച്ച് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അടുത്ത വീട്ടിലേക്ക്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറത്താണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഒരു വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് നിങ്ങൾ ഫസ്റ്റ് കാണാം. ഇപ്പം നമ്മളുള്ളത് അവരെ തറവാട്ടിലാണ്. അപ്പം നമുക്കൊരു തറവാടൊക്കെ കണ്ടിട്ട് വരാം. ബാ, അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് മറന്നു കഴിഞ്ഞാൽ പറയാൻ. അപ്പോൾ കുറേ മെമ്മറീസ് ഒക്കെ ഉണ്ടാവും അല്ലേ? കുറേ മെമ്മറി, ഉമ്മാക്കൊക്കെ കുറേ മെമ്മറീസ് ഉണ്ടാവും. നമുക്കൊന്നുമില്ല, നമ്മളൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ വർഷത്തിൽ വന്ന് പോകാന്നല്ലാണ്ട് കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ എന്തായാലും ഇത് സ്കിപ്പ് അടിക്കാതെ കാണണം. നമ്മൾ കുറേ ഫാമിലി മെമ്പേഴ്സ് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. തറവാട് ഹലോ ഗായ്സ്, ഞാനിവിടെ ഉണ്ട്. ഇതാണ് നമ്മളെ തറവാട്. ഇത് നമ്മളെ നേജിപ്പാത്ത്. ഇതിൻ്റെ മേലക്കൊന്നും കയറുന്നില്ല കേട്ടോ. അല്ല, ഉള്ളിലൊന്നും കാണുന്നില്ല. ജസ്റ്റ് അതാണ് നമ്മളെ വീട്. നിജു കലിപ്പിലാണ്. പക്ഷെ അല്ല മോളെ, ഇത് എങ്ങോട്ടാ കേറണ്ടേന്ന് അറിയില്ലല്ലോ. കാണാൻ വന്നിട്ട് വീട് മറന്നുപോയി. ഇപ്പൊ കണ്ട തറവാടില്ലേ, ഓരോ വീട്ടിൽ പോകും. വില്ലാസ് പോലെ ഫുള്ള് ഒരേപോലെയുള്ള വീട്. പിന്നെ നമുക്ക് കുറേ വീട്ടിലൊന്നും കയറി കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പത്തിനും വൺ ഡേ പോയി വരാമെന്നാണ് വിചാരിച്ചത്. അപ്പം കുറച്ച് 1-2 വീട്ടിൽ മാത്രമേ കയറിയിട്ട് അവരെ മാത്രമേ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഇൻഷാ അല്ലാഹ് ബാക്കി എല്ലായിടത്തേക്കും നമ്മൾ വേറൊരു ഡേ പോകുന്നതായിരിക്കും.
ഉണ്ട് തോന്നുന്നു. ഞാനുണ്ട്. അപ്പൊ നമ്മൾ അവിടേക്ക് കൂടാന്ന് പറഞ്ഞ സംഭവമാണ്. കോഴിക്കോട് ഉണ്ടെങ്കിലേ ഫുൾ വ്യൂ. മീൻ അപ്പുറത്ത് കോഴി. ഈ കിണറും ഇതെങ്ങനെ ഒരു തിണ്ടൊക്കെ വരച്ച് ഇപ്പൊ ഇങ്ങനത്തെ കിണറൊന്നും കാണാനില്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ കിണറൊക്കെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരാ. ഞാനൊക്കെ പണ്ട് ഇവിടെ വരുന്ന ഇതാണ്. ഇവിടെയല്ല, ലൈക്ക് ഉപ്പാന്റെ ഫാമിലിയുടെ അവിടെ. നെജു കിണറത്തെ വെള്ളം ആസ്വദിച്ചുകൊണ്ടിരിക്കുക. വെറൈറ്റി പുഴുവല്ലേ. ഇതാണ് പുരാണ ഗേറ്റ്. അതിന്റെ മുന്നിൽ വേറൊരു പുരാണ വസ്തു. അപ്പൊ നമ്മള് ഈവനിങ് ആണ് ഈ വീട്ടിലെത്തിയത് കേട്ടോ. നിങ്ങളിത് കാണുക. ഇതാ ഇവിടുന്ന് ഇറങ്ങി നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക. പിന്നെ ഈ തറവാട്ടിൽ 2-3-4 പുരക്കാരുള്ളതുകൊണ്ട് തന്നെ കുറെ സ്ഥലത്ത് പോകേണ്ടി വന്നില്ല. എല്ലാരും ഒരുമിച്ച് കണ്ടു. പേരെന്താ? മരിപ്പളം. അതിന് സ്ഥലോ പേരെന്താ സ്ഥലത്തിന്റെ? അതിന് മാമ കാട്ടിയോലെ ഫോട്ടത്തില് കണ്ണിങ്ങനെ അപ്പൊ നമ്മൾ കണ്ടില്ലേ ഏറ്റവും പഴയ തറവാടാണിത്. അപ്പൊ ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട തറവാടില്ലേ, അതിനേക്കാളും കുറേ പഴക്കമുള്ള ഒരു അടിപൊളി തറവാട്ടിലാണ്. ഇത് കുറേ വർഷം പഴക്കുണ്ട് കേട്ടോ. ഈ വീട് കുറേ വർഷം പഴക്കുണ്ട് കേട്ടോ. ഇവിടെയും കുറേ മെമ്മറീസ് ഒക്കെ എനിക്കല്ല കേട്ടോ. ഉമ്മാക്കും വലിയപ്പാക്കും പിന്നെ ഓരോ സിബ്ലിങ്സിനൊക്കെ കുറേ മെമ്മറീസ് ഉള്ള വീടാണിത്. ഇതും കുറേ പഴക്കുണ്ട് കേട്ടോ. ഈ വീട് മീൻസ് തറവാടാണ്. എന്താണ് അമ്മ? വലിയൊരു കിണർ ഗായ്സ്, ഒരു വലിയ കിണർ. കിണറാന്ന് തോന്നുന്നു. മതി പറഞ്ഞോ. വാട്ട് ഈസ് ഗോൾഡ് എന്നല്ലേ. അപ്പം ഇവിടെയും ഫുഡ് ഉണ്ടായിരുന്നു. കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ബീഫ്, മട്ടൻ, ചിക്കൻ, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു.
അങ്ങനെ അവിടുന്ന് ഇറങ്ങി അടുത്ത വീട്ടിലേക്ക് പോയി. ഇത് അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പോയത് മലപ്പുറം കോട്ടയ്ക്കലാണ്. പിന്നെ അവിടുന്ന് നമ്മളൊരു ഈവനിങ് 5:30 ആയിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ബീച്ചിലേക്ക് വിട്ടു. ബീച്ചിൽ ഒരു 6:30-7 മണിയായപ്പോൾ എത്തി. അപ്പോൾ ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളെ ട്രാവലർ അങ്ങ് ദൂരെ നിർത്തിയിട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചെരുപ്പും കാര്യമൊക്കെ. ഏതാ ഈ പിച്ചക്കാരൻ? ചെരുപ്പ് വരെ അല്ലാണ്ട് പിച്ചക്കാരൻ. കാലിക്കറ്റ് തെരുവിലൂടെ ചെരുപ്പില്ലാതെ നടക്കുന്ന ഞാൻ എടുക്കൂല. അങ്ങനെ ബീച്ചിലൊക്കെ കളിച്ച് എല്ലാവരും നല്ലോണം നനഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ ട്രാവലറിൽ കയറി. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ലൈവായി കുപ്പായ മാറ്റുന്നു. എന്ത് ചെയ്യാനാണ്? സുന നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. പക്ഷെ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ വേറെ റെസ്റ്റോറൻറ്റ് നോക്കി പോവാണ്. അങ്ങനെ ഫൈനലി ഒന്ന് കിട്ടി. പിന്നെ ഇവിടുന്ന് നമ്മൾ ലൈറ്റായിട്ട് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോയി. നമ്മളെ കാത്തിരുന്നു. വൈൻഡപ്പാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ കണ്ട
ഷെയർ ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തി. അതിൻ്റെ ഇടയിലുള്ള ക്ലിപ്സ് ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴത്തേനും കിടന്ന് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എന്തൊക്കെ ശരിക്കണേ ചക്കരക്ക് നിർത്താനായിക്കില്ലേന്ന് ചക്ക. എന്താ മൂത്തപ്പ ഈ വ്ലോഗ് തുടങ്ങിയപ്പോ ഷൂ പിടിച്ചിട്ടാണ്, അവസാനിച്ചപ്പോ ഷൂ പിടിച്ചിട്ട്